നമസ്കാരം. പശ്ചിമേഷ്യൻ കടലിടുക്കുകളിൽ നിന്ന് നിർണായകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ സ്വീകരിക്കുന്ന പുതിയ നിലപാടുകൾ ആഗോളതലത്തിൽ തന്നെ ചർച്ചയാവുകയാണ്. ചൈന ഉൾപ്പെടെയുള്ള വൻ ശക്തികളുടെ കപ്പലുകളെ ഇറാൻ തടയുമ്പോൾ ഇന്ത്യയുടെ കപ്പലുകൾക്ക് പച്ചക്കൊടി കാട്ടിയിരിക്കുകയാണ് ടെഹ്റാൻ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇന്ത്യക്ക് മാത്രം ലഭിക്കുന്ന ഈ പ്രത്യേക പരിഗണനയുടെ അർത്ഥമെന്താണ്? പരിശോധിക്കാം. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയുടെ 2 LPG കപ്പലുകൾക്കും ഗ്രീൻ സാൻവി എന്ന ചരക്ക് കപ്പലിനും ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നു പോകാൻ ഇറാൻ അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ വാർത്ത ശ്രദ്ധേയമാകുന്നത് മറ്റൊരു കാരണം കൊണ്ടാണ്. സുരക്ഷിത പാത ഉറപ്പു നൽകിയിട്ടും ചൈനീസ് പതാക ഘടിപ്പിച്ച കപ്പലുകളെയും മറ്റ് വിദേശ കപ്പലുകളെയും ഇറാൻ സൈന്യം ലാറക് ദ്വീപിന് സമീപം തടയുകയും തിരിച്ചയക്കുകയും ചെയ്തു. ചൈനയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഇറാൻ അവരുടെ കപ്പലുകൾക്ക് പോലും നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ ഇന്ത്യക്ക് നൽകുന്ന ഈ ഫ്രീ പാസ് വലിയ നയതന്ത്ര വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. ലോകത്തെ ഇന്ധന വിതരണത്തിന്റെ നട്ടെല്ലാണ് ഹോർമുസ് കടലിടുക്ക്. ഒമാനും ഇറാന്റെ തീരങ്ങൾക്കും ഇടയിലുള്ള ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ് ലോകത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ 1/3 കടന്നുപോകുന്നത്. ഈ മേഖലയിൽ ഇറാൻ നിയന്ത്രണം കടുപ്പിക്കുന്നത് ആഗോള എണ്ണവിലയെയും വ്യാപാരത്തെയും നേരിട്ട് ബാധിക്കും. അവിടെയാണ് ഇന്ത്യയുടെ കപ്പലുകൾക്ക് തടസ്സമില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വലിയ ആശ്വാസമാകുന്നത്. എന്തുകൊണ്ടാണ് ഇറാൻ ഇന്ത്യയോട് ഇത്രയധികം മമത കാണിക്കുന്നത്? ഉത്തരം ലളിതമാണ്: ശക്തമായ നയതന്ത്ര ബന്ധം. ചബഹാർ തുറമുഖത്തിന്റെ വികസനത്തിലായാലും മറ്റ് പ്രാദേശിക സഹകരണത്തിലായാലും ഇന്ത്യയും ഇറാനും തമ്മിൽ ദീർഘകാലമായുള്ള പങ്കാളിത്തമുണ്ട്. സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലും സംയമനം പാലിക്കുന്ന ഇന്ത്യയുടെ വിദേശ നയം ഇവിടെ വിജയിക്കുന്നു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ചൈനയെപ്പോലൊരു വൻ ശക്തിയെപ്പോലും മാറ്റി നിർത്തുമ്പോൾ ഇന്ത്യയെ ചേർത്ത് പിടിക്കാൻ ഇറാൻ തയ്യാറാകുന്നത് ഏഷ്യൻ രാഷ്ട്രീയത്തിലെ പുതിയ മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. യുദ്ധഭീതിയും ഉപരോധങ്ങളും നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ സമുദ്രപാതകളിലെ ഈ മുൻഗണന ഇന്ത്യയുടെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ എങ്ങനെ മാറുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ഈ വിഷയത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.